ഏവർക്കും നമസ്കാരം. അഡ്ഹോക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സ്നേഹ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ത്യയിലെ നദികളെ കുറിച്ചാണ് പഠിച്ചത്. അതിന്റെ തുടർഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിൽ ആദ്യത്തേത് ചമ്പൽ എന്ന നദിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ചമ്പൽ നദിയിലെ ഗാന്ധിസാഗർ അണക്കെട്ട് മധ്യപ്രദേശിലാണുള്ളത്. ചമ്പൽ നദിയിലെ ഗാന്ധിസാഗർ അണക്കെട്ട് ഏത് സംസ്ഥാനത്താണുള്ളത്? മധ്യപ്രദേശ് എന്ന സംസ്ഥാനത്താണ്. ചമ്പൽ തീരത്തെ പ്രധാന നഗരങ്ങളാണ് രാജസ്ഥാനിലെ കോട്ടയും മധ്യപ്രദേശിലെ ഗ്വാളിയാറും. ചമ്പൽ തീരത്തെ പ്രധാന നഗരങ്ങളാണ് കോട്ട, ഗ്വാളിയാർ. ഏതിന്റെ പോഷക നദിയാണ് ക്ഷിപ്ര? ചമ്പൽ നദിയുടെയാണ്. ചമ്പൽ നദിയുടെ പോഷക നദിയാണ് ക്ഷിപ്ര. ചമ്പൽ നദിയുടെ നീളം വരുന്നത് 1024 കിലോമീറ്റർ ആണ്. ചമ്പലിന്റെ നീളം 1024 കിലോമീറ്റർ ആണ്. യമുന നദിയുടെ പോഷക നദിയാണ് ചമ്പൽ. യമുന നദിയുടെ ഒരു പോഷക നദിയാണ് ചമ്പൽ. വേദകാലത്ത് ചമ്പൽ അറിയപ്പെട്ടിരുന്നത് ചർമ്മണദി എന്നാണ്. വേദകാലത്ത് ചമ്പൽ അറിയപ്പെട്ടിരുന്ന പേരാണ് ചർമ്മണദി എന്ന്. ക്ഷിപ്രാ തീരത്തെ പ്രധാന നഗരമാണ് ഉജ്ജയിനി. ക്ഷിപ്രാ തീരത്തെ പ്രധാന നഗരമാണ് ഉജ്ജയിനി. വിന്ധ്യ പർവ്വതനിരയിൽ നിന്നാണ് ചമ്പൽ ഉത്ഭവിക്കുന്നത്. ചമ്പൽ ഉത്ഭവിക്കുന്നത് ഏത് പർവ്വതനിരയിൽ നിന്നാണ്? വിന്ധ്യ പർവ്വതനിരയിൽ നിന്നാണ്. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ചമ്പൽ ഒഴുകുന്നത്. ചമ്പൽ ഒഴുകുന്ന സംസ്ഥാനങ്ങൾ 3 ആ 3 സംസ്ഥാനങ്ങളാണ് മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്. ചമ്പൽ നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന രാജസ്ഥാനിലെ പ്രധാന അണക്കെട്ടുകളാണ് ജവാഹർ സാഗർ ഡാം, റാണ പ്രതാപ് സാഗർ. ചമ്പൽ നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന രാജസ്ഥാനിലെ പ്രധാന അണക്കെട്ടുകളാണ് ജവാഹർ സാഗർ ഡാം, റാണ പ്രതാപ് സാഗർ. അടുത്തത് നമുക്ക് ബേത്വ നദിയെ കുറിച്ച് പഠിക്കാം. ബേത്വ ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്. മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ബേത്വ നദി ഒഴുകുന്നത്. ബേത്വ നദിയുടെ നീളമാണ് 590. ബേത്വ നദിയുടെ നീളം വരുന്നത് 590 ആണ്. വേത്രാവതി, ശുക്തിവതി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന നദിയാണ് ബേത്വ നദി. വേത്രാവതി, ശുക്തിവതി എന്നീ പേരുകളിലും അറിയപ്പെടുന്ന നദിയാണ് ബേത്വ. മധ്യപ്രദേശിലാണ് ബേത്വ ഉദ്ഭവിക്കുന്നത്. ബേത്വ ഉദ്ഭവിക്കുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ബേത്വയുടെ തീരത്തുള്ള പ്രധാന നഗരമാണ് വിദിശ. ബേത്വ നദിയുടെ തീരത്തുള്ള പ്രധാന നഗരമാണ് വിദിശ. ബേത്വ നദിയിലെ പ്രധാന അണക്കെട്ടുകൾ ഏതൊക്കെയാണ് അപ്പോ? രാജ്ഘട്ടും മാതാതില. ബേത്വയിലെ പ്രധാന അണക്കെട്ടുകളാണ് രാജ്ഘട്ട് അണക്കെട്ട്, മാതാതില അണക്കെട്ട്. മാൾവ ഗംഗ എന്നറിയപ്പെടുന്നത് ബേത്വ നദിയാണ്. മാൾവ ഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് ബേത്വ നദി. ബേത്വ ഉത്ഭവിക്കുന്ന മലനിര ഏതാണ്? വിന്ധ്യ മലനിര. ബേത്വ ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശും, ഏത് മലനിരയിൽ നിന്നാണെന്ന് ചോദിച്ചാൽ വിന്ധ്യ മലനിരയാണ്. അടുത്തത് നമുക്ക് കെൻ എന്ന നദിയെ കുറിച്ച് പഠിക്കാം. കെൻ നദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മധ്യപ്രദേശും ഉത്തർപ്രദേശും തന്നെയാണ്. കെൻ നദി ഒഴുകുന്ന സംസ്ഥാനങ്ങളാണ് മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്. ഇന്ത്യയുടെ നദീ സംയോജന പദ്ധതിയുടെ ഭാഗമായി ബേത്വയെ ഏത് നദിയുമായിട്ടാണ് ബന്ധിപ്പിച്ചിട്ടുള്ളത്? കെൻ എന്ന നദിയുമായിട്ടാണ് ബന്ധിപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ നദീ സംയോജന പദ്ധതിയുടെ ഭാഗമായി ബേത്വ നദിയെ കെൻ നദിയുമായിട്ടാണ് ബന്ധിപ്പിച്ചിട്ടുള്ളത്. മധ്യപ്രദേശിലെ പന്ന ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദിയാണ് കെൻ. മധ്യപ്രദേശിലെ പന്ന എന്ന ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദിയാണ് കെൻ. മധ്യപ്രദേശിലെ പാണ്ഡവ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണുള്ളത്? കെൻ നദിയിലാണ്. മധ്യപ്രദേശിലെ പാണ്ഡവ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണുള്ളത്? കെൻ എന്ന നദിയിലാണ്. കെൻ നദിയുടെ നീളം എത്രയാ? 427 കിലോമീറ്റർ ആണ്. കെൻ നദിയുടെ നീളം 427 കിലോമീറ്റർ ആണ്. അടുത്തത് ടോൺസ് എന്ന നദിയെ കുറിച്ച് പഠിക്കാം. ടോൺസ് ഉത്ഭവിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ് ആണ്. ഉത്തരാഖണ്ഡിൽ നിന്നാണ് ടോൺസ് ഉത്ഭവിക്കുന്നത്. ടോൺസ് നദിയുടെ പ്രാചീന നാമമാണ് തമസ. ടോൺസ് നദിയുടെ പ്രാചീന നാമമാണ് തമസ. ടോൺസ് നദിയുടെ കരയിലാണ് ഡെറാഡൂൺ ഉള്ളത്. ടോൺസ് നദിയുടെ കരയിലാണ് ഡെറാഡൂൺ ഉള്ളത്. യമുനയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാ? ടോൺസ് ആണ്. യമുന നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ടോൺസ്. അടുത്തത് നമുക്ക് സോൺ എന്ന നദിയെ കുറിച്ച് പഠിക്കാം. ഛത്തീസ്ഗഡിലെ അമർകണ്ടക് പീഠഭൂമിയിലാണ് സോണിന്റെ ഉത്ഭവം വരുന്നത്. ഏത് സംസ്ഥാനത്തിലാണ് സോണിന്റെ ഉത്ഭവസ്ഥാനം?
ഛത്തീസ്ഗഡിലാണ്. ഛത്തീസ്ഗഡിലെ അമർകണ്ടക് പീഠഭൂമിയിൽ നിന്നാണ് സോണിന്റെ ഉത്ഭവസ്ഥാനം. ഉത്തർപ്രദേശിലെ റിഹന്ത് പദ്ധതിയുടെ ഭാഗമായ കൃത്രിമ തടാകം ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ ആണ്. ഉത്തർപ്രദേശിൽ റിഹന്ത് പദ്ധതിയുടെ ഭാഗമായ കൃത്രിമ തടാകമാണ് ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ. സോൺ ഉത്ഭവിക്കുന്നത് അമർകണ്ടക്കിലാണ്. നമ്മൾ ആദ്യത്തെ പോയിന്റിൽ പഠിച്ചു അല്ലെ, ഛത്തീസ്ഗഡിലെ അമർകണ്ടക് പീഠഭൂമിയിൽ നിന്നാണ് സോൺ എന്ന നദിയുടെ ഉത്ഭവസ്ഥാനം. ഗംഗയുടെ പോഷക നദികളിൽ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കാത്ത ഏക നദിയാണ് സോൺ എന്ന നദി. ഗംഗയുടെ പോഷക നദികളിൽ തന്നെ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കാത്ത ഏക നദിയാണ് സോൺ നദി. സോൺ നദിയിലെ അണക്കെട്ടായ ബൻസാഗർ മധ്യപ്രദേശിലാണുള്ളത്. സോൺ നദിയിലെ അണക്കെട്ടായ ബൻസാഗർ ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശിലാണ്. സോൺ എന്ന നദിക്ക് കുറുകെയാണ് നെഹ്റു സേതു ഉള്ളത്. സോൺ എന്ന നദിക്ക് കുറുകെയാണ് നെഹ്റു സേതു. സോൺ നദി ഗംഗയിൽ ചേരുന്നത് പാട്നയിലെ ആറ എന്ന പ്രദേശത്ത് വെച്ചാണ്. സോൺ നദി ഗംഗയിൽ ചേരുന്നത് ഏത് പ്രദേശത്ത് വെച്ചാണ്? പാട്നയിലെ ആറ എന്ന സ്ഥലത്ത് വെച്ചാണ്. സോൺ നദിക്ക് കുറുകെ ബീഹാറിൽ സ്ഥിതി ചെയ്യുന്ന തടയണയാണ് ഇന്ദ്രാപുരി. സോൺ നദിക്ക് കുറുകെ ബീഹാറിൽ സ്ഥിതി ചെയ്യുന്ന തടയണയാണ് ഇന്ദ്രാപുരി. ഗംഗയുടെ ദക്ഷിണ പോഷക നദികളിൽ ഏറ്റവും വലുതാണ് സോൺ. ഗംഗയുടെ ദക്ഷിണ പോഷക നദികളിൽ ഏറ്റവും വലുതാണ് സോൺ നദി. അടുത്തൊരു നദിയാണ് കോസി. നേപ്പാളിലെ ഏത് സ്ഥലത്ത് വെച്ചാണ് കോസി നദി ഇന്ത്യയിൽ പ്രവേശിക്കുന്നത്? ഹനുമാൻ നഗറിൽ വെച്ചാണ്. നേപ്പാളിലെ ഹനുമാൻ നഗർ എന്ന സ്ഥലത്ത് വെച്ചാണ് കോസി ഇന്ത്യയിൽ പ്രവേശിക്കുന്നത്. ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും അപകടകാരി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത് കോസി നദിയെയാണ്. ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും അപകടകാരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് കോസി നദിയെയാണ്. കോസി പദ്ധതിയുടെ നിർമ്മാണത്തിൽ ബീഹാറുമായി സഹകരിച്ച രാജ്യമാണ് നേപ്പാൾ. കോസി പദ്ധതിയുടെ നിർമ്മാണത്തിൽ ബീഹാറുമായി സഹകരിച്ച രാജ്യമാണ് നേപ്പാൾ. ഋഗ്വേദത്തിൽ കൗശിക എന്ന പേരിൽ അറിയപ്പെട്ട നദിയാണ് കോസി നദി. ഋഗ്വേദത്തിൽ കൗശിക എന്ന പേരിൽ അറിയപ്പെട്ട നദിയാണ് കോസി നദി. ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് കോസി നദിയെയാണ്. ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് കോസി. ഏതൊക്കെ നദികളിലെ ജലം പങ്കുവയ്ക്കാനാണ് ഇന്ത്യയും നേപ്പാളും തമ്മിൽ ധാരണയുള്ളത്? കോസി നദിയും ഗണ്ഡക് നദിയും. കോസി നദിയും ഗണ്ഡക് നദികളിലെയും ജലം പങ്കുവയ്ക്കാനാണ് ഇന്ത്യയും നേപ്പാളും തമ്മിൽ ധാരണയുള്ളത്. മഹാഭാരതത്തിൽ കോസി നദി അറിയപ്പെട്ടിരുന്നത് കൗസുകി എന്നാണ്. മഹാഭാരതത്തിൽ കോസി നദി അറിയപ്പെട്ടത് കൗസുകി എന്നാണ്. ഋഗ്വേദത്തിൽ ഏതായിരുന്നു? കോസി എന്ന്. അടുത്തത് നമുക്ക് സിന്ധു നദിയെ കുറിച്ച് പഠിക്കാം. സിന്ധു നദി ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ ബോഗാർച്ചു ഹിമാനിയിലാണ്. സിന്ധു നദി ഉത്ഭവിക്കുന്നത് എവിടെയാണ്? ടിബറ്റിലെ ബോഗാർച്ചു ഹിമാനി എന്ന സ്ഥലത്താണ്. ഇന്ത്യ എന്ന പേരിന് നിദാനമായ നദിയാണ് സിന്ധു. ഇന്ത്യ എന്ന പേരിന് നിദാനമായ നദിയാണ് സിന്ധു. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത് ചില്ലാർ എന്ന ഭാഗത്ത് വെച്ചാണ്. ചില്ലാർ എന്ന ഭാഗത്ത് വെച്ചാണ് സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത്. സിന്ധു നദി സമതലങ്ങളിലേക്ക് എത്തുന്നത് പാകിസ്ഥാനിലെ അറ്റോക്ക് എന്ന പ്രദേശത്ത് വെച്ചാണ്. സിന്ധു നദി സമതലങ്ങളിലേക്ക് എത്തുന്ന പ്രദേശമാണ് പാകിസ്ഥാനിലെ അറ്റോക്ക് എന്ന പ്രദേശം. സിന്ധു നദിയിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് പാകിസ്ഥാനിലെ തർബേല എന്ന അണക്കെട്ട്. സിന്ധു നദിയിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് തർബേല. ലോകത്തിലെ ഏറ്റവും വലിയ എർത്ത് ഫീൽഡ് ഡാമാണ് തർബേല. ലോകത്തിലെ ഏറ്റവും വലിയ എർത്ത് ഫീൽഡ് ഡാമാണ് തർബേല. ലേ എയർപോർട്ട് സിന്ധു നദിക്കരയിലാണുള്ളത്. ലേ എയർപോർട്ട് ഏത് നദിക്കരയിലാണ്? സിന്ധു നദിക്കരയിലാണുള്ളത്. സിന്ധു നദിക്കും ജലം നദിക്കും ഇടയിലുള്ള എക്കൽ പ്രദേശം അറിയപ്പെടുന്നത് സിന്ധു സാഗർ എന്നാണ്. സിന്ധു നദിക്കും ജലം എന്ന നദിക്കും ഇടയിലുള്ള എക്കൽ പ്രദേശം അറിയപ്പെടുന്നത് സിന്ധു സാഗർ എന്ന പേരിലാണ്. ഗിൽജിത്ത് ഏതിന്റെ പോഷക നദിയാണ്? സിന്ധു നദിയുടെ. ഗിൽജിത്ത് ഏതിന്റെ പോഷക നദിയാണ്? സിന്ധു നദിയുടെ പോഷക നദിയാണ്. ഏത് പർവ്വതത്തിന് അടുത്ത് വെച്ചാണ് സിന്ധു പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത്? നംഗ പർവ്വതം. നംഗ പർവ്വതത്തിന് അടുത്ത് വെച്ചാണ് സിന്ധു പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത്. പഞ്ചാബ് തടമേഖല ഏത് നദിക്ക് സമീപമാണ്? സിന്ധു നദിക്ക് സമീപമാണ്. പഞ്ചാബ് തടമേഖല സിന്ധു നദിക്ക് സമീപമാണുള്ളത്. ഏത് നദിയുടെ പോഷക നദികളിൽ നിന്നുമാണ് പഞ്ചാബിന് പേര് ലഭിച്ചത്? സിന്ധു നദിയുടെ. സിന്ധു നദിയുടെ പോഷക നദികളിൽ നിന്നുമാണ് പഞ്ചാബിന് പേര് ലഭിച്ചത്.
ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നീ പോഷക നദികൾ സിന്ധുവിന്റെയാണ്. സിന്ധുവിന്റെ പോഷക നദികളാണ് ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവ. ടിബറ്റിൽ സിന്ധു നദി അറിയപ്പെടുന്ന പേരാണ് സിംഗി കമ്പൻ. ടിബറ്റിൽ സിന്ധു നദി അറിയപ്പെടുന്ന പേരാണ് സിംഗി കമ്പൻ. അതിന് അർത്ഥം വരുന്നത് സിംഹത്തിന്റെ മുഖം എന്നാണ്. സിംഗി കമ്പന്റെ അർത്ഥം വരുന്നത് സിംഹത്തിന്റെ മുഖം എന്നാണ്. സിന്ധുവിന്റെ ഉദ്ഭവം കണ്ടെത്തിയ സ്വീഡിഷ് പര്യവേഷകനാണ് സ്വെൻ ഹെഡിങ്. സിന്ധുവിന്റെ ഉദ്ഭവം കണ്ടെത്തിയ സ്വീഡിഷ് പര്യവേഷകനാണ് സ്വെൻ ഹെഡിങ്. സിന്ധുവിന്റെ ആകെ നീളം 3120 കിലോമീറ്റർ ആണ്. സിന്ധുവിന്റെ ആകെ നീളം വരുന്നത് 3120 കിലോമീറ്റർ ആണ്. സിന്ധുവിന്റെ പഞ്ചാബിലെ 5 പോഷക നദികളുടെ തുടർച്ചയായ ലയനം മൂലം രൂപം കൊള്ളുന്ന ജലപ്രവാഹമായ പഞ്ച്നദ് എവിടെ വെച്ചാണ് സിന്ധുവിൽ ചേരുന്നത്? മിതാൻകോട്ട്. സിന്ധുവിന്റെ പഞ്ചാബിലെ 5 പോഷക നദികളുടെ തുടർച്ചയായ ലയനം മൂലം രൂപം കൊള്ളുന്ന ജലപ്രവാഹമായ പഞ്ച്നദ് മിതാൻകോട്ടിൽ വെച്ചാണ് സിന്ധുവിൽ ചേരുന്നത്. സിന്ധുവിന്റെ പോഷക നദികളിൽ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് സത്ലജ്. സിന്ധുവിന്റെ പോഷക നദികളിൽ ഏറ്റവും നീളം കൂടിയത് സത്ലജ് നദിക്കാണ്. സിന്ധു നദി എത്ര കിലോമീറ്റർ ദൂരമാണ് ഇന്ത്യയിലൂടെ ഒഴുകുന്നത്? 709 കിലോമീറ്റർ. 709 കിലോമീറ്റർ ആണ് സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്നത്. സിന്ധുവിന്റെ തീരത്തെ ഏറ്റവും വലിയ നഗരമാണ് കറാച്ചി. സിന്ധുവിന്റെ തീരത്തെ ഏറ്റവും വലിയ നഗരമാണ് കറാച്ചി. ഇൻഡസ് എന്ന് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന നദിയാണ് സിന്ധു. സിന്ധു നദി ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത് ഇൻഡസ് എന്നാണ്. സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങളാണ് ഇന്ത്യ, പാകിസ്ഥാൻ. സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങളാണ് ഇന്ത്യ, പാകിസ്ഥാൻ. ഒപ്പുവെച്ച വർഷം 1960. പടിഞ്ഞാറോട്ട് ഒഴുകുന്നതും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമായ അറബിക്കടലിൽ പതിക്കുന്നതുമായ ഏക ഹിമാലയൻ നദിയാണ് സിന്ധു നദി. പടിഞ്ഞാറോട്ട് ഒഴുകുന്നതും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമായ അറബിക്കടലിൽ പതിക്കുന്നതുമായ ഏക ഹിമാലയൻ നദിയാണ് സിന്ധു നദി. പാകിസ്ഥാന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് സിന്ധു നദിയാണ്. പാകിസ്ഥാന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് സിന്ധു നദി. സിന്ധു നദീജല കരാർ പ്രകാരം പാകിസ്ഥാന് ജലം ലഭിക്കുന്ന നദികളാണ് സിന്ധു, ജലം, ചിനാബ്. സിന്ധു നദീജല കരാർ പ്രകാരം പാകിസ്ഥാന് ജലം ലഭിക്കുന്ന നദികളാണ് സിന്ധു, ജലം, ചിനാബ്. സിന്ധു നദീജല കരാർ പ്രകാരം ഇന്ത്യക്ക് ജലം ലഭിക്കുന്ന നദികൾ ഏതൊക്കെയാ? രവി, ബിയാസ്, സത്ലജ്. സിന്ധു നദീജല കരാർ പ്രകാരം ഇന്ത്യക്ക് ജലം ലഭിക്കുന്ന നദികളാണ് രവി, ബിയാസ്, സത്ലജ്. സിന്ധു നദി ഒഴുകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാ? ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ. സിന്ധു നദി ഒഴുകുന്ന രാജ്യങ്ങളാണ് ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ. സിന്ധു നദീ തീരത്തെ പ്രധാന നഗരങ്ങളാണ് ലേ, റാവൽപിണ്ടി, കറാച്ചി. സിന്ധു നദീ തീരത്തെ പ്രധാന നഗരങ്ങളാണ് ലേ, റാവൽപിണ്ടി, കറാച്ചി. അടുത്ത നമുക്ക് ജലത്തെ കുറിച്ച് പഠിക്കാം. സിന്ധു നദിയുടെ പോഷക നദികളിൽ ഏറ്റവും വടക്കു ഭാഗത്തു കൂടി ഒഴുകുന്ന നദിയാണ് ജലം. സിന്ധു നദിയുടെ പോഷക നദികളിൽ ഏറ്റവും വടക്കു ഭാഗത്തു കൂടി ഒഴുകുന്ന നദിയാണ് ജലം. ബുളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദി ഏതാ? അത് ജലമാണ്. ബുളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദിയാണ് ജലം. വ്യാധ് എന്ന പേരിൽ കശ്മീരിൽ അറിയപ്പെടുന്ന നദിയാണ് ജലം. വ്യാധ് എന്ന പേരിൽ കശ്മീരിൽ അറിയപ്പെടുന്ന നദിയാണ് ജലം. ഝലം നദി ചിനാബ് നദിയുമായി ചേരുന്നത് പാകിസ്ഥാനിലെ ചാങ് എന്ന സ്ഥലത്താണ്. ഝലം നദി ചിനാബ് നദിയുമായി ചേരുന്ന പ്രദേശമാണ് പാകിസ്ഥാനിലെ ചാങ് എന്ന പ്രദേശം. ഝലം നദിയുടെ നീളം വരുന്നത് 725 കിലോമീറ്റർ ആണ്. ഝലം നദിയുടെ നീളം വരുന്നത് 725 കിലോമീറ്റർ ആണ്. ഝലം നദിയുടെ പ്രാചീന നാമമേതാ? വിതാസ്ത. ഝലം നദിയുടെ പ്രാചീന നാമമാണ് വിതാസ്ത. ഝലം നദിയുടെ ഉത്ഭവ സ്ഥാനം എവിടെയാ? ജമ്മു കാശ്മീരിലെ വെരിനാഗ്. ഝലം നദിയുടെ ഉത്ഭവ സ്ഥാനം ജമ്മു കാശ്മീരിലെ വെരിനാഗിലാണ്. തുൾബുൽ പദ്ധതി ഝലം നദിയിലാണുള്ളത്. തുൾബുൽ പദ്ധതി ഏത് നദിയിലാണ്? ഝലം എന്ന നദിയിലാണ്. കശ്മീർ താഴ്വരയിൽ വെച്ച് മിയാൻഡറിംഗ് സംഭവിക്കുന്ന നദിയാണ് ഝലം. കശ്മീർ താഴ്വരയിൽ വെച്ച് മിയാൻഡറിംഗ് സംഭവിക്കുന്ന നദിയാണ് ഝലം. പാകിസ്ഥാനിലെ മംഗള അണക്കെട്ട് ഝലം നദിയിലാണ്.
പാകിസ്ഥാനിലെ മംഗള അണക്കെട്ട് ഏത് നദിയിലാണ്? ഝലം നദിയിലാണ്. ഗ്രീക്ക് പുരാണങ്ങളിൽ ഹെഡാസ്പസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ നദിയാണ് ഝലം. ഗ്രീക്ക് പുരാണങ്ങളിൽ ഹൈഡാസ്പസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ നദിയാണ് ഝലം. അലക്സാണ്ടറും പോറസും ഏറ്റുമുട്ടിയ ഹൈഡാസ്പസ് യുദ്ധം ഏത് നദിയുടെ തീരത്താണ് നടന്നത്? ഝലം നദിയുടെ തീരത്താണ്. ഝലം നദിയുടെ തീരത്താണ് അലക്സാണ്ടറും പോറസും ഏറ്റുമുട്ടിയ ഹൈഡാസ്പസ് എന്ന യുദ്ധം നടന്നത്. ഝലം നദിയിലാണ് ജമ്മു കാശ്മീരിലെ കിഷൻഗംഗ ഡാം ഉള്ളത്. ഏത് നദിയിലാണ് ജമ്മു കാശ്മീരിലെ കിഷൻഗംഗ ഉള്ളത്? ഝലം. അടുത്തത് നമുക്ക് ചിനാബിനെ കുറിച്ച് പഠിക്കാം. ചിനാബിന്റെ ഉത്ഭവസ്ഥാനം എവിടെയാ? ബാരാലാച്ച ചുരം, ഹിമാചൽ പ്രദേശിലെ ബാരാലാച്ച ചുരം. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാ? ചിനാബാണ്. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ്. ചിനാബിലെ റാറ്റിൽ അണക്കെട്ട് ജമ്മു കാശ്മീരിലാണ്. ചിനാബിലെ റാറ്റിൽ അണക്കെട്ട് എവിടെയാണ്? ജമ്മു കാശ്മീർ. ചിനാബ് ഏത് നദിയിലാണ് ചെന്ന് ചേരുന്നത്? സത്ലജ്. സത്ലജ് നദിയിലാണ് ചിനാബ് വന്ന് ചേരുന്നത്. പ്രാചീന കാലത്ത് അക്സിനി എന്നറിയപ്പെടുന്ന നദിയാണ് ജമ്മു കാശ്മീരിലെ ചിനാബ് എന്ന നദി. പ്രാചീന കാലത്ത് അക്സിനി എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് ജമ്മു കാശ്മീരിലെ ചിനാബ് നദി. പ്രാചീന കാലത്ത് ഇസ്കാമതി എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് ചിനാബ്. പ്രാചീന കാലത്ത് ഇസ്കാമതി എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് ചിനാബ്. ദുൽഹസ്തി അണക്കെട്ട് ഏത് നദിയിലാണ്? ചിനാബ് നദിയിലാണ്. ചിനാബ് നദിയിലാണ് ദുൽഹസ്തി അണക്കെട്ടുള്ളത്. ചന്ദ്ര, ഭാഗ എന്നീ നദികൾ ചേർന്ന് ചിനാബ് രൂപം കൊള്ളുന്നത് താണ്ടി എന്ന സ്ഥലത്ത് വെച്ചാണ്. ചന്ദ്ര, ഭാഗ എന്നീ നദികൾ ചേർന്ന് ചിനാബ് രൂപം കൊള്ളുന്ന സ്ഥലമാണ് താണ്ടി. ബഗ്ലിഹാർ അണക്കെട്ട് ചിനാബ് നദിയിലാണുള്ളത്. ബഗ്ലിഹാർ അണക്കെട്ട് ചിനാബ് നദിയിലാണുള്ളത്. സലാൽ അണക്കെട്ടോ അതും ചിനാബ് നദിയിൽ തന്നെയാണ്. ചിനാബ് നദിയിലുള്ള രണ്ട് അണക്കെട്ടുകളാണ് ബഗ്ലിഹാർ അണക്കെട്ട്, സലാൽ അണക്കെട്ട്. ചിനാബിന്റെ നീളം 1200 കിലോമീറ്റർ ആണ്. ചിനാബിന്റെ നീളം വരുന്നത് 1200 കിലോമീറ്റർ ആണ്. അടുത്തത് നമുക്ക് രവി എന്ന നദിയെ കുറിച്ച് പഠിക്കാം. സിന്ധുവിന്റെ പ്രധാന പോഷക നദികളിൽ ഹിമാചൽ പ്രദേശിലെ ചമ്പ ജില്ലയിൽ ഉത്ഭവിക്കുന്നത് രവി നദിയാണ്. സിന്ധുവിന്റെ പ്രധാന പോഷക നദികളിൽ ഹിമാചൽ പ്രദേശിലെ ചമ്പ ജില്ലയിൽ ഉത്ഭവിക്കുന്നത് രവി നദിയാണ്. പഞ്ചാബിലെ നദികളിൽ ഏറ്റവും ജലപ്രവാഹം കുറഞ്ഞ നദിയാണ് രവി. പഞ്ചാബിലെ നദികളിൽ ഏറ്റവും ജലപ്രവാഹം കുറഞ്ഞ നദിയാണ് രവി. പഞ്ചാബിലെ രഞ്ജിത് സാഗർ ഡാം അതായത് തെയ്ൻ അണക്കെട്ട് ഏത് നദിയിലാണുള്ളത്? രവിയില്. പഞ്ചാബിലെ രഞ്ജിത് സാഗർ ഡാം അല്ലെങ്കിൽ തെയ്ൻ അണക്കെട്ട് ഏത് നദിയിലാണ്? രവി നദിയിലാണ്. പരുഷ്ണി, ഐരാവതി എന്നീ പേരുകളിൽ പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന നദിയാണ് രവി. പരുഷ്ണി, ഐരാവതി എന്നീ പേരുകളിൽ പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന നദിയാണ് രവി നദി. രവി നദി ഉത്ഭവിക്കുന്നത് ഹിമാചൽ പ്രദേശിലെ ഹനുമാൻ ടിബ്ബയിലാണ്. രവി നദിയുടെ ഉത്ഭവസ്ഥാനം ഹിമാചൽ പ്രദേശിലെ ഹനുമാൻ ടിബ്ബയിലാണ്. തെയ്ൻ അണക്കെട്ടിന്റെ പുതിയ പേരാണ് രഞ്ജിത് സാഗർ. തെയ്ൻ അണക്കെട്ടിന്റെ പുതിയ പേരാണ് രഞ്ജിത് സാഗർ. രവി നദിയിലെ ചമേര അണക്കെട്ട് ഹിമാചൽ പ്രദേശിലാണ്. രവി നദിയിലെ ചമേര അണക്കെട്ട് ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശ്. രവി നദിയുടെ നീളം വരുന്നത് 720 കിലോമീറ്റർ ആണ്. രവി നദിയുടെ നീളം എത്ര കിലോമീറ്റർ ആണ്? 720. ലാഹോർ ഏത് നദിയുടെ തീരത്താണ്? രവി നദിയുടെ തീരത്താണ്. രവി നദിയുടെ തീരത്താണ് ലാഹോർ ഉള്ളത്. ചിനാബ് നദിയിലാണ് രവി വന്നു ചേരുന്നത്. ചിനാബ് നദിയിലാണ് രവി നദി ചെന്നു ചേരുന്നത്. ഷാപൂർ കണ്ടി അണക്കെട്ട് ഏത് നദിയിലാണ്? രവി നദിയിലാണ്. ഷാപൂർ കണ്ടി അണക്കെട്ട് ഏത് നദിയിലാണ്? രവി നദിയിലാണ്. രവി നദിയെ കുറിച്ച് പഠിച്ചു. അടുത്തത് നമുക്ക് ബിയാസ് എന്ന നദിയെ കുറിച്ച് പഠിക്കാം. പ്രാചീന കാലത്ത് വിപാസ, അർജികുജ എന്ന പേരുകളിൽ അറിയപ്പെട്ടിരുന്ന നദിയാണ് ബിയാസ്. പ്രാചീന കാലത്ത് ബിയാസ് അറിയപ്പെട്ടിരുന്നത് വിപാസ, അർജികുജ എന്ന പേരുകളിലാണ്. ഹിമാചൽ പ്രദേശിലെ പണ്ടോഹ് അണക്കെട്ട് ബിയാസ് എന്ന നദിയിലാണ്. ഹിമാചൽ പ്രദേശിലെ പണ്ടോഹ് അണക്കെട്ട് ഏത് നദിയിലാണ്? ബിയാസ് നദിയിലാണ്. ബിയാസ് നദിയുടെ നീളം 470 കിലോമീറ്റർ ആണ്.
ബിയാസ് നദിയുടെ നീളം വരുന്നത് 470 കിലോമീറ്റർ ആണ്. ബിയാസ് നദിയുടെ പഴയ പേരാണ് വിപാസ. നമ്മൾ പറഞ്ഞു പ്രാചീന കാലത്ത് വിളിച്ചിരുന്ന പേരാണ് വിപാസ അർജികുജ. മഹാറാണ പ്രതാപ് സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ്? ഹിമാചൽ പ്രദേശിലെ ബിയാസ് നദിയിലാണ്. മഹാറാണ പ്രതാപ് സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ്? ബിയാസ് നദിയിലാണ്. ഹിമാചൽ പ്രദേശിലെ കുളു മലനിരകളിൽ ഉത്ഭവിക്കുന്ന നദിയാണ് ബിയാസ്. ഹിമാചൽ പ്രദേശിലെ കുളു മലനിരകളിൽ ഉത്ഭവിക്കുന്ന നദിയാണ് ബിയാസ്. പോങ് അണക്കെട്ട് ഏത് നദിയിലാണ്? ബിയാസ് നദിയിലാണ്. ബിയാസ് നദിയിലാണ് പോങ് അണക്കെട്ട് ഉള്ളത്. വേദങ്ങളിൽ അർജുകുജ എന്ന് വിശേഷിപ്പിക്കുന്ന നദിയാണ് ബിയാസ്. വേദങ്ങളിൽ അർജുകുജ എന്ന് വിശേഷിപ്പിക്കുന്ന നദിയാണ് ബിയാസ്. ഗ്രീക്ക് ഭാഷയിൽ ഹൈഫാസിസ് എന്നു പേരുള്ള ഇന്ത്യൻ നദിയാണ് ബിയാസ്. ഗ്രീക്ക് ഭാഷയിൽ ഹൈഫാസിസ് എന്നു പേരുള്ള ഇന്ത്യൻ നദിയാണ് ബിയാസ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദിയാണ് ബിയാസ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദിയാണ് ബിയാസ് എന്ന നദി. അടുത്തത് സത്ലജിനെ കുറിച്ച് പഠിക്കാം. സത്ലജ് നദിയുടെ നീളം എത്ര കിലോമീറ്റർ ആണ്? 1450 കിലോമീറ്റർ. സത്ലജ് നദിയുടെ നീളം എത്ര കിലോമീറ്റർ ആണ്? 1450 കിലോമീറ്റർ. സിന്ധുവിന്റെ പോഷക നദികളിൽ ഏറ്റവും കിഴക്കുത്ഭവിക്കുന്നത് സത്ലജ് നദിയാണ്. സിന്ധുവിന്റെ പോഷക നദികളിൽ ഏറ്റവും കിഴക്കുത്ഭവിക്കുന്ന നദിയാണ് സത്ലജ് നദി. സിന്ധുവിന്റെ പോഷക നദികളിൽ ഏറ്റവും കൂടുതൽ ദൂരം ഇന്ത്യയിലൂടെ ഒഴുകുന്നത് സത്ലജ് ആണ്. സിന്ധുവിന്റെ പോഷക നദികളിൽ ഏറ്റവും കൂടുതൽ ദൂരം ഇന്ത്യയിലൂടെ ഒഴുകുന്നത് സത്ലജ് നദിയാണ്. സിന്ധുവിന്റെ പോഷക നദികളിൽ ഏറ്റവും തെക്കുഭാഗത്ത് ഒഴുകുന്നത് സത്ലജ് ആണ്. സിന്ധുവിന്റെ പോഷക നദികളിൽ ഏറ്റവും തെക്കുഭാഗത്ത് ഒഴുകുന്നത് സത്ലജ് നദിയാണ്. സത്ലജ് നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാ? ടിബറ്റിലെ രാക്ഷസ്ഥാൽ. സത്ലജിന്റെ ഉത്ഭവസ്ഥാനം ടിബറ്റിലെ രാക്ഷസ്ഥാൽ. ഫിറോസ്പൂർ ഏത് നദിയുടെ തീരത്താണുള്ളത്? സത്ലജ്. ഫിറോസ്പൂർ ഏത് നദിയുടെ തീരത്താണ്? സത്ലജ് നദിയുടെ തീരത്താണ്. ടിബറ്റിൽ ലാങ്ചൻ ഗംബാബ് എന്നറിയപ്പെടുന്ന നദിയാണ് സത്ലജ്. ടിബറ്റിൽ ഉത്ഭവിക്കുന്ന സിന്ധുവിന്റെ പോഷക നദിയാണ് സത്ലജ്. ടിബറ്റിൽ ഉത്ഭവിക്കുന്ന സിന്ധുവിന്റെ പോഷക നദിയാണ് സത്ലജ്. ഗോവിന്ദ് സാഗർ റിസർവോയർ ഏത് നദിയിലാണ് രൂപം കൊണ്ടിരിക്കുന്നത്? സത്ലജ്. പഞ്ചാബിലെ നദികളിൽ ഏറ്റവും വലുത് സത്ലജ് നദിയാണ്. പഞ്ചാബിലെ നദികളിൽ ഏറ്റവും വലിയ നദിയാണ് സത്ലജ്. ബിയാസ് നദി ഏതിലാണ് ചെന്ന് ചേരുന്നത്? സത്ലജ് നദിയിലാണ് വന്നു ചേരുന്നത്. ബിയാസ് നദി സത്ലജ് നദിയിലാണ് ചെന്നു ചേരുന്നത്. ബക്ര അണക്കെട്ടിന്റെ നിർമ്മാണ മേൽത്തോട്ടം നിർവഹിച്ച അമേരിക്കൻ എഞ്ചിനീയർ ഹാർവി സ്ലോക്കം ആണ്. ബക്ര അണക്കെട്ടിന്റെ നിർമ്മാണ മേൽനോട്ടം നിർവഹിച്ച അമേരിക്കൻ എഞ്ചിനീയർ ആണ് ഹാർവി സ്റ്റോക്കം. സത്ലജിന്റെ തീരത്തുള്ള നഗരങ്ങളാണ് ലുധിയാന, ജലന്ധർ, ഫിറോസ്പൂർ. സത്ലജിന്റെ തീരത്തുള്ള നഗരങ്ങളാണ് ലുധിയാന, ജലന്ധർ, ഫിറോസ്പൂർ. ഏത് നദിയിലാണ് ബംഗ്രാനങ്കൽ അണക്കെട്ട്? സത്ലജ് നദിയിലാണ്. ഏത് നദിയിലാണ് ബംഗ്രാനങ്കൽ അണക്കെട്ട്? സത്ലജ്. ഏത് നദിയിൽ നിന്നാണ് ഇന്ദിരാഗാന്ധി കനാൽ ആരംഭിക്കുന്നത്? സത്ലജ് നദിയിൽ നിന്നാണ്. സത്ലജ് നദിയിൽ നിന്നാണ് ഇന്ദിരാഗാന്ധി കനാൽ ആരംഭിക്കുന്നത്. ഇന്ദിരാഗാന്ധി കനാലിന്റെ പഴയ പേരാണ് രാജസ്ഥാൻ കനാൽ. ഇന്ദിരാഗാന്ധി കനാലിന്റെ പഴയ പേരാണ് രാജസ്ഥാൻ കനാൽ. സത്ലജ് നദി ചിനാബ് നദിയുമായി ചേരുന്നത് പാകിസ്ഥാനിലെ ഉച്ച് ഷെരീഫ് എന്ന പ്രദേശത്താണ്. സത്ലജ് നദി ചിനാബ് നദിയുമായി ചേരുന്ന ഭാഗമാണ് പാകിസ്ഥാനിലെ ഉച്ച് ഷെരീഫ് പ്രദേശം. ടിബറ്റിൽ സത്ലജ് അറിയപ്പെടുന്ന പേര് ലാങ്ചൻ സാങ്ബോ. ടിബറ്റിൽ സത്ലജ് അറിയപ്പെടുന്ന പേര് ലാങ്ചൻ സാങ്ബോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശീയ പദ്ധതിയാണ് ബക്രാനങ്കൽ. രാജസ്ഥാനിൽ സത്ലജിൽ നിന്ന് ജലം പ്രവഹിക്കുന്ന പദ്ധതിയാണ് ഇന്ദിരാഗാന്ധി കനാൽ. രാജസ്ഥാനിൽ സംസ്ഥാനത്തിൽ നിന്ന് ജലം എത്തിക്കുന്ന പദ്ധതിയാണ് ഇന്ദിരാഗാന്ധി കനാൽ. ഉയർത്തെഴുന്നേൽക്കുന്ന ഇന്ത്യയുടെ പ്രതീകം എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച അണക്കെട്ടാണ് ബക്രാനങ്കൽ. ഉയർത്തെഴുന്നേൽക്കുന്ന ഇന്ത്യയുടെ പ്രതീകം എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച അണക്കെട്ടാണ് ബക്രാനം നങ്കൽ. ശതദ്രു എന്നറിയപ്പെടുന്ന നദി ഏതാണ്? സത്ലജ്. ശതദ്രു എന്നറിയപ്പെട്ടിരുന്ന നദി ഏത്? സത്ലജ് നദിയാണ്. ശതദ്രു എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് സത്ലജ്. സത്ലജിൽ സ്ഥാപിച്ചിരിക്കുന്ന ഭൂഗർഭ ജലവൈദ്യുത പദ്ധതിയാണ് നാഥ്പ ജാഖ്രി അണക്കെട്ട്. ഹിമാചൽ പ്രദേശിലെ നാഥ്പ ജാഖ്രി അണക്കെട്ട്.
ശതാദ്രി എന്നറിയപ്പെടുന്ന നദിയാണ് സത്ലജ്. സത്ലജിൽ സ്ഥാപിച്ചിരിക്കുന്ന ഭൂഗർഭ ജലവൈദ്യുത പദ്ധതിയാണ് നാഥ്പ ജാക്രി അണക്കെട്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നദികളെ കുറിച്ച് മുഴുവനായും തന്നെ പഠിച്ചു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ഭാഗവുമായി വീണ്ടും കാണാം. താങ്ക് യു.